വെൽക്കം ഓൾ. എല്ലാവർക്കും ബൂട്ട്സ്ട്രാപ്പ് മലയാളം വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ബേസിക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. സോ ഇതാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യമായി ബൂട്ട്സ്ട്രാപ്പ് എന്നാൽ എന്താണെന്ന് നോക്കാം. സോ ആദ്യത്തെ പാർട്ടായ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു HTML CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കാണ്. സോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് റെസ്പോൺസീവ് അതുപോലെ മൊബൈൽ ഫസ്റ്റ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ HTML CSS ജാവാസ്ക്രിപ്റ്റ് എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ ട്യൂട്ടോറിയലുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. സോ ഇവിടെ ഫ്രെയിംവർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള അതിൻ്റെ കോഡുകളെല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു ഫയലാണ് യഥാർത്ഥത്തിൽ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് ഫയലിൽ നിന്ന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കും. കമ്പോണൻസും അതുപോലെ സ്റ്റൈൽസും മറ്റുമെല്ലാം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഓൾറെഡി നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കോഡുകളും എഴുതി വെച്ചിട്ടുള്ള ഒരു ഫയലിനെയാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഫ്രെയിംവർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് ഉപയോഗിക്കുന്നത് റെസ്പോൺസീവ് അതുപോലെ മൊബൈൽ ഫസ്റ്റ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി നിങ്ങൾക്കിവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. സോ ഇത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. സോ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇതിൻ്റെ വിഡ്ത്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ഇപ്പോൾ കാണാം, ഞാനിവിടെ വിഡ്ത്ത് കുറച്ച് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ സ്റ്റൈൽസ് എല്ലാം മാറുന്നതായി നിങ്ങൾ കാണാൻ സാധിക്കും. ആ മെനു എല്ലാം ഈ സൈഡിലോട്ട് വന്നു കുറച്ച് ചെറുതായപ്പോൾ. സോ അതുപോലെ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ വലിയ ബട്ടൺ ലഭിച്ചു. സോ മുമ്പ് ഒരു ചെറിയ ബട്ടണായിരുന്നു. സോ ഇതുപോലെ നമ്മുടെ സ്ക്രീൻ സൈസിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, വെബ്സൈറ്റിൻ്റെ സ്റ്റൈൽസ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡിവൈസിൽ ഉപയോഗിക്കുകയാണെങ്കിലും, ഏതൊരു സ്ക്രീൻ സൈസ് കുറഞ്ഞതിൽ ഉപയോഗിക്കുകയാണെങ്കിലും, സ്ക്രീൻ സൈസ് കൂടിയൊരു ഡിവൈസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിൻ്റെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്കതിൽ ലഭിക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ വിടുത്ത് കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്റ്റൈലും മറ്റുമെല്ലാം കാര്യങ്ങളും ഇതുപോലെ മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് മൊബൈൽ ഫസ്റ്റ് വെബ്സൈറ്റ് എന്നാണ്. സോ മൊബൈൽ ഫസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൊബൈലാണ്. ഇത്തരത്തിൽ മൊബൈൽ ഡിവൈസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വെബ് ഡിസൈനെയാണ് നമ്മൾ മൊബൈൽ ഫസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിവിധ തരത്തിലുള്ള ഡിവൈസുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ iPhone X മൊബൈൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സോ ആ ഒരു iPhone Xൽ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് കാണുക എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. സോ നമുക്ക് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും, കാരണം വലിയ സ്ക്രീനാണ്. സോ മൊബൈലിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റിനെ പോലെ തന്നെ നമുക്ക് അതിലെ കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഡിവൈസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിനെയാണ് നമ്മൾ മൊബൈൽ ഫസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്, ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഡെസ്ക്ടോപ്പിനേക്കാളും കൂടുതൽ ഇപ്പോൾ മൊബൈൽ ഡിവൈസാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഡിവൈസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വെബ് ഡിസൈനെയാണ് നമ്മൾ മൊബൈൽ ഫസ്റ്റ് വെബ്സൈറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കാണ്. ഫ്രണ്ട് എൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ഭാഗത്തെ യൂസർ ഇൻ്റർഫേസിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫ്രണ്ട് എൻഡ് കൂടുതലായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് HTML CSS ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിനെ ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് എന്നും വിളിക്കാം. സോ നമുക്ക് ഈസിയർ അതുപോലെ ഫാസ്റ്ററായിട്ട് വളരെ ഈസിയായും വളരെ വേഗത്തിലും നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് 5 ആണ്. നമ്മൾ ഇന്നിവിടെ ഫോളോ ചെയ്യുന്നതും ആ ഒരു വേർഷനാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയായും വളരെ വേഗത്തിലും നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കാം. സോ ഇതിന് ചെറിയൊരു ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം. സോ നിങ്ങൾക്കിവിടെ വാണിംഗ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. സോ ഈ ഒരു ബട്ടൺ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഒറ്റ ലൈൻ കോഡ് എഴുതിയാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ബട്ടൺ ലഭിക്കുന്നതായിരിക്കും.
ഇതിന് ഒരുപാട് സ്റ്റൈലുകൾ ഷാഡോസും മറ്റുമെല്ലാം ഉണ്ട്. നമ്മൾ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഹോവർ എഫക്റ്റും അതുപോലെ ഷാഡോസും എല്ലാം ലഭിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം സാധിക്കുന്നത് നമ്മൾ ഈ ഒരൊറ്റ ഒരു ലൈൻ കോഡ് എഴുതുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും ഈ ഒരു ബട്ടൺ നമുക്കിവിടെ ലഭിക്കും. സോ നമ്മളിവിടെ ഈ ക്ലാസ് നെയിം മാത്രം കൊടുത്താൽ മതി. BTN വാണിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ക്ലാസ് നെയിമിലുള്ള സ്റ്റൈലുകളെല്ലാം ഇതിന് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിന് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് നമുക്ക് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ഫയലിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും, ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാകും. ഈ ഒരു ക്ലാസ്സിന് വേണ്ട കോഡുകളെല്ലാം നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ഫയലിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ നമ്മളിത് ബൂട്ട്സ്ട്രാപ്പ് ഇല്ലാതെ ഇതുപോലെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് HTML ഒരു ലൈൻ കോഡ് എഴുതേണ്ടി വരും. സോ CSSൽ നമുക്ക് മിനിമം ഒരു 7 പ്രോപ്പർട്ടി എങ്കിലും ചേഞ്ച് ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ളൊരു എഫക്റ്റ്, ഇതുപോലെയുള്ളൊരു സ്റ്റൈലിലുള്ള ബട്ടൺ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സമയവും മറ്റുമെല്ലാം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. സോ ഇവിടുത്തെ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. സോ ബൂട്ട്സ്ട്രാപ്പ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് HTML, CSS, JavaScript ഇവയെക്കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇത് ബൂട്ട്സ്ട്രാപ്പ് പഠിക്കുന്നതിന് വേണ്ട സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് നമുക്കൊരു കോഡ് എഡിറ്റർ വേണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് VS കോഡാണ്, അഥവാ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അതുപോലെ നമുക്ക് ഒരു ബ്രൗസർ വേണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് Google Chrome ആണ്. Google Chrome എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. സോ VS കോഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നമ്മൾ HTML, CSS, JavaScript ട്യൂട്ടോറിയലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയതിന് ശേഷം നമ്മൾ VS കോഡ് ഒന്ന് സെർച്ച് ചെയ്യുക. സോ നമുക്കിവിടെ code.visualstudio.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് റിസൾട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമായ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇത് ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാവുന്നേ ഉള്ളൂ. ഏത് ഫയലാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് പഠിക്കുന്നതിന് വേണ്ടി വേണ്ടത്. നമുക്കൊരു കോഡ് എഡിറ്റർ വേണം, അതുപോലെ Google Chrome വേണം. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാം എന്ന് നോക്കാം.